ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, ചിച്ചു ഉണ്ട്, സാൻഡോ ഉണ്ട്, അമലുണ്ട്, ആര്യനുണ്ട്. അവന്മാർ പറക്കുക. നമ്മളിപ്പം ഇവിടെ തൊട്ടടുത്ത് കല്ലേലിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടം പോയി ജസ്റ്റ് ഒന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുക ആ വെള്ളച്ചാട്ടത്തിലൊന്ന് പോകണമെന്ന്. അപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ചിലപ്പോൾ പോയി ഫുഡ് കഴിക്കും, പിന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം അങ്ങോട്ട്. അപ്പം അവന്മാർ പറക്കുക. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് നടന്നു. നമുക്ക് ചിച്ച് മാമ്പോത്ത് നോക്ക്. നമുക്ക് പെട്രോൾ അടിക്കണം, അതുകൊണ്ട് നേരത്തെ പോകും. കല്യാണം എന്തോ നടക്കുമെന്ന് തോന്നുന്നു. HP അടിക്കണം. പെട്രോളിന് 103 രൂപ. 2 ഡീസലായിരുന്നു. നമ്മൾ കോന്നി നല്ല തിരിഞ്ഞു പോകുന്നത് എലിയറക്കൽ നിന്നാണ്. എലിയറക്കൽ നിന്ന് കോന്നിക്ക് ഇപ്പുറത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു കയറി പോകുന്നത്. ഭയങ്കര ചൂടാണ്. രാവിലെ തൊട്ട് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം 2-3 ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഭയങ്കര ചൂടാണ്. അതിനിടയ്ക്ക് കറണ്ടും പോവും. അതുകൊണ്ടാണ് ഇപ്പം എങ്ങോട്ടേലും പോകാൻ നേരത്തെ നമ്മൾ വേറെ കുട്ടിക്കാനം മറ്റേ ഒരു വാഗമണ്ണ് പുള്ളിക്കാനൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ അടുത്തുള്ള ഇപ്പോൾ ഇവിടെ കുറേ നാളുകൊണ്ട് ഇവിടെ പോകണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പം അങ്ങ് പോകാമെന്ന് കരുതി ഇന്നങ്ങ് ഇറങ്ങി. നോക്കാം, നമുക്ക് കോന്നി ചെന്നിട്ട് കാണാം. അല്ല, എലിയറക്കിൽ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പം എലിയറക്കിൽ വന്ന് ഇവിടുന്ന് റൈറ്റാണ്. ഇവിടുന്ന് റൈറ്റ് കയറി പോകുന്നതാണ് കല്ലേലി പോകുന്ന റൂട്ട്. അപ്പം ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ പോവുകയാണെങ്കിൽ കോന്നി ചെയ്താൽ കിടലൊരു ജീപ്പ്. കോന്നിന്ന് അല്ല, ഇവിടുന്ന് എലിയറക്കിൽ നിന്ന് റൈറ്റ് കയറി ഇനി കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ആക്ച്വലി ഈ വഴി വരണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അന്ന് നമ്മുടെ നേരത്തെ ഇട്ട വ്ളോഗിനകത്ത് നമ്മൾ ആ വഴി പോകുന്നുണ്ട്. അപ്പം വെറുതെ ഇനി റിപ്പീറ്റ് കാണിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഈ റൂട്ട് എടുത്തത്. ഇവിടെയൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. പാറയൊക്കെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നു. കോന്നി ഗ്രാമപഞ്ചായത്ത്. അയ്യോ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്ത് തണുപ്പാണ് ഇവിടെയൊക്കെ. ഇനി ഫുള്ള് മറ്റേ തേക്കിൻ്റെ, ഇത് ഫുള്ള് ഫോറസ്റ്റിൻ്റെ. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് വകയാറ് കൊട്ടവഞ്ചിയോ, അച്ചൻകോവിൽ, ഊട്ടുപാറ, വകയാറ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി. എന്താ തണുപ്പ് എൻ്റെ മോനെ, വിഷം തണുപ്പ്. ഒരു മഴയും കൂടെ വേണമായിരുന്നു, വീട്ടിലായാലും. നമുക്ക് പറ്റുമെങ്കിൽ നോക്കട്ടെ. നമുക്ക് കല്ലേലി മറ്റേ ആ പാലമില്ല, കല്ലേലി പാലം കഴിഞ്ഞ തവണ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഇത്തവണ നോക്കട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാൻ നോക്കാം. ഓക്കെ, ഫുള്ള് റംബൂട്ടാണ്. ഫുള്ള് എല്ലാ വീട്ടിലും റംബൂട്ടാൻ. കാരണം ഇവിടെ ഫുള്ള് തണുത്ത നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഈ റംബൂട്ടാൻ ഇതൊക്കെ നല്ലപോലെ കിളിക്കും. മാങ്കോസ്തി ഇതൊക്കെ അടിപൊളിയായിട്ട് കിളിക്കും. എല്ലാ വീട്ടിലും റംബൂട്ടാൻ കാണും. അതുകൊണ്ട് എല്ലാ വീട്ടിലും വലയിട്ട് വെച്ചേക്കും ഫുള്ള്. ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. അത് ഉത്സവമാണോ, പള്ളിപ്പെരുന്നാളോ? നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് ഗൈസ് പോകേണ്ടത്. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്, തിരിച്ചു നോക്കാൻ. വഴിതെറ്റി ഗായ്സ്. ഇവനിതവിടെ പോയത് അവിടെ അല്ലേ? ഇതിപ്പോൾ ചെക്ക് പോസ്റ്റ് പോകത്തില്ലേ ഗൈസ്? കോന്നി ഹാരിസൺ മലയാളം എന്ത് കൊക്കാത്തോട് ഇതാണ് കോന്നി റിസർവ് ഫോറസ്റ്റിലോട്ട് കയറുന്ന
ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഞാവിനാൽ ചെക്ക് പോസ്റ്റ്. ഇവിടെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഇവിടെ അങ്ങോട്ട് അച്ചൻകോവിൽ പോകുന്നവരൊക്കെ ഇവിടെ കയറി എഴുതി കൊടുത്തിട്ടൊക്കെ വേണം പോകാൻ ഈ ചെക്ക് പോസ്റ്റിൽ. പാലത്തിൻ്റെ ഇടം വരെ പോകുന്നുള്ളൂ. 3 വണ്ടി. ഗൈസ്, അങ്ങനെ നമ്മൾ കോന്നി റിസർവ് ഫോറസ്റ്റിലോട്ട് കയറി. കല്ലേലി. എടാ, അവിടെ എങ്ങോട്ടല്ലേ ആ വെള്ളച്ചാട്ടം? നമ്മൾ ആദ്യം കയറിപ്പോയ വഴിയല്ലേ ഇവ? അതൊന്നും ആണടാ, അവിടെ എങ്ങോട്ടാ? ഇവന്മാർ പിന്നെ അവിടെ പോവാ? ചിലപ്പോൾ ഇനി ആ പാലത്തിനോടോട്ട് പോയിട്ട് തിരിച്ചു വരാനായിരിക്കും. താറ് വരും നമുക്ക്. എന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. എടാ, ഇങ്ങോട്ട് എവിടെ പോവാ? അല്ല ചെളിക്കുഴി ഇതുവഴിയാണോ? നീ പോയിട്ടുണ്ടോ ഇതുവഴി? എടാ, നീ പോയിട്ടുണ്ടോ ഇതിന് മുന്നേ? എന്തായാലും ഇത്ര മുതലേ പാലത്തിനോട് വരെ പോയിട്ട് വരാം. ഗൈസ്, വഴി തെറ്റി ഗൈസ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നായിരുന്നു. ഇവിടെയാണ് ഷൂട്ടൊക്കെ നടത്തിയത്. ഇവിടെ ഗ്രീൻ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമായിരുന്നു. ഇവിടെയാണ് കല്ലേലി അമ്പലം. അതാണ് കല്ലേലി അമ്പലം. നമുക്ക് ഒരു ദിവസം കല്ലേലി അമ്പലത്തിൽ വന്നിട്ടും ഷൂട്ട് ചെയ്യണം, വീഡിയോ ഒക്കെ എടുക്കണം. ഇവിടെ ഇപ്പോൾ ഓഫ് സീസണൊക്കെ ആണെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും ഇവിടെ ഫുൾ ആളാണ്, എപ്പോഴും ആളാണ്. ഇതാണ് കല്ലേലി അമ്പലം. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ. ഇവിടെ വെച്ചാണ് മറ്റേ ഉണ്ണിമൂന്തൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അയ്യപ്പൻ്റെ, അയ്യോ പേര് മറന്നുപോയി. ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുമ്പം കാട്ടി വെച്ച് ഫൈറ്റൊക്കെ ചെയ്തു. അതേതായിരുന്നു? അതിനകത്ത് ഉണ്ണിമൂന്തൻ ആ കൊച്ചിനെ കാണത്തില്ല ബസ്സിൽ കയറുമ്പം. ആ സ്പോട്ടിലാണ്. ഇതാ സ്പോട്ട്. ഇവിടെ വെച്ചാൽ അത് ഷൂട്ട് ചെയ്തത്. എടേ, ആണപ്പിണ്ടാണോ? വെറുതെ കൊതിച്ചു. നമ്മൾ അച്ചൻകോവിൽ പോകുമ്പോൾ ഈ റൂട്ടാണ് പോകേണ്ടത്. അച്ചൻകോവിൽ പോകുമ്പം കൊക്കാത്തോട് പോകുന്നത് അങ്ങോട്ട്, അച്ചൻകോവിൽ പോകുന്നത് നേരാണ്ട്. ആന കണ്ടോ, മൊത്തം പൊളിച്ചിട്ടേക്കുന്നുണ്ടോ? ഇതുവഴിയാണ് അച്ചൻകോവിൽ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടം വരെ വരുന്നുള്ളൂ. എടാ, മറ്റേ ഉണ്ണിമൂന്തൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോടാ, മറ്റേ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് കാട്ടി വെച്ച് ഫൈറ്റ് ചെയ്യുന്നത്. മാളികപ്പുറ. അവിടെ വെച്ച് ബസ്സിൽ കയറത്തില്ലേ? അതിതാ ഈ സ്പോട്ടാ. ഈ സ്പോട്ടാ ഗൈസ്. ഇതാണ് കല്ലേലി ബ്രിഡ്ജ്. പശുക്കുട്ടി, ലോട്ട് ഓഫ് പശുക്കുട്ടി. എൻ്റെ മോനെ വിഷയം. ഇത് തോട്. എടുക്ക്. പല്ലിയേക്കാത്ത പള്ളി. പല്ലിന്ന് പല്ലിയേക്കാത്ത. അടുത്ത് പഠിപ്പിസ്റ്റുകളുടെ എന്തോ ചെയ്യാനോ. എടാ ശരിക്കും പറയാലേ, ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു നൈസായിരുന്നല്ലേ. നമുക്ക് ഇവിടെ ഒരു കട കിട്ടാൻ. എന്നിട്ട് വേണം എന്നിട്ട് വീട്ടിൽ ഫോറസ്റ്റുകാരും ഇരിക്കും, നമ്മളിവിടെ ഇരിക്കും, വീട്ടിൽ ഫോറസ്റ്റുകാരും ഇരിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഷൂട്ടാണ്. സുഖമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് മറ്റേ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. നമ്മൾ തിരിച്ചു പോകണം, വന്ന വഴി തിരിച്ചു പോകണം നമുക്ക്. ഇവിടെ എപ്പോഴും ഫോറസ്റ്റുകാരും പോലീസുകാരും ഫുള്ള് കറക്കമായിരിക്കും. ഇവിടെ ഫോറസ്റ്റിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ്. നമുക്കിനി തിരിച്ചു പോകണം.
ഫുള്ള് കണ്ടോ ഇവരിവിടെ തന്നെ അങ്ങ് സെറ്റിൽഡ് ആവും. ഈ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും. ഈ ഫോറസ്റ്റിൻ്റെ ഇതിൻ്റെ തന്നെ ആൾക്കാരുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ റോഡിൽ കയറി. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകണം. ലെഫ്റ്റ് കയറി പോകുമ്പോൾ ഒരു സ്കൂളൊക്കെ ഉണ്ട്. കിടിലൻ സ്കൂൾ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വൈബ് സ്ഥലത്ത് ഇതുപോലൊരു സ്കൂൾ. ഇതേമേ ആ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എന്ത് വൈബായിരിക്കും അവർക്കിരുന്ന് പഠിക്കാനും. എല്ലാം അടിപൊളിയായിരിക്കും. മഴയും കൂടെ ഒക്കെ പെയ്യണം. എൻ്റെ മോനെ, ജോർജ് ജോസഫ് മെമ്മോറിയൽ UPS കല്ലേലി. ഇതണ്ട കിടിലൻ സ്കൂൾ. നോക്ക് ഏത് വൈബ്. അടിപൊളിയല്ലേ, അടിപൊളി സ്ഥലം. ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ നിന്നകത്തോട്ട് കയറിപ്പോണം. ഈ വളവ് തന്നെ. ഇവിടെ ആളുണ്ടല്ലോ. നമുക്ക് വണ്ടി ബൈക്കൊക്കെ ആണെങ്കിൽ കയറിപ്പോവും. നമുക്ക് ഓഫ് റോഡ് നമുക്ക് ഈ വഴി കുറച്ചകത്തോട്ട് കയറിപ്പോണം. വണ്ടി ഇവിടോട്ട് വെക്കേണ്ടി വരും. ഹെൽമെറ്റ് കൊണ്ടുപോവാം. കേസ് അങ്ങനെ നമ്മൾ ഫൈനലി സ്ഥലത്തെത്തി. ഇവിടെ ആരൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റിക്ക് എടുത്തോ. ഗൈസ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഒരുത്തൻ ബാക്ക് എടാ മുള്ളടാ. നിക്കടാ. അയ്യോ ഗൈസ്, ഇത് ഇച്ചിരി ടാസ്ക് സ്ഥലമാണ്. വിഷയം. അയ്യോ സംഭവം നൈസാട്ടോ. ഇത് അടിപൊളിയാട്ടോ. വിഷയം എന്ന് വെച്ചാൽ വിഷയ സ്ഥലം. എൻ്റെ മോനെ, ഗൈസ് കിടിലൻ സ്ഥലം എന്ന് വെച്ചാൽ കിടിലൻ സ്ഥലം. ഇതെന്ന് പറയുന്നത് നമ്മൾ കോന്നിയിൽ നിന്ന് കല്ലേലി പോകുന്ന റൂട്ടിൽ അവിടുന്ന് അവിടെ അടുത്ത് തന്നെ അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ അകത്തോട്ട് കയറുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം. അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. കിടിലൻ സ്ഥലമാണ്. പത്തനംതിട്ട, കൊല്ലം, അടൂർ ഈ സ്ഥലങ്ങളിലുള്ളവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. വന്നിരുന്ന് ഫാമിലിയായിട്ടൊക്കെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങോട്ടൊന്നും പോകരുത്. കുറച്ച് റിസ്ക്കാണ് പിള്ളേരൊക്കെ അങ്ങോട്ട് കയറിപ്പോൾ. അതുകൊണ്ട് എടാ നമ്മൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം എടുത്തോണേ. ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക്. ഗൈസ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള നല്ല സ്ഥലങ്ങൾ വന്ന് കാണുക, ആസ്വദിക്കുക, പോവുക. അല്ലാതെ ഇവിടെ വന്ന് പ്ലാസ്റ്റിക് കൊണ്ടിടുക, അതുകൊണ്ട് കുപ്പി കൊണ്ടിടുക. അവിടെ ഫുള്ള് കുപ്പി ഗ്ലാസ് പൊട്ടിച്ചിട്ടേക്കുന്നു. കുപ്പി പൊട്ടി ചിലപ്പോൾ മേളിൽ നിന്നൊക്കെ വന്ന് വീടിനായിരിക്കും. എന്നാൽ പോലും അതുകൊണ്ട് ഫുള്ള് കുപ്പി. അതുകൊണ്ട് മറ്റേ പെപ്സി, കോള കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അതുപോലെ ഉണ്ട്. ഇവിടെ ഫുള്ള് കണ്ട പ്ലാസ്റ്റിക്കുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോയി വേസ്റ്റ് ബിന്ന് റോഡ് സൈഡിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ എല്ലായിടത്തും വേസ്റ്റ് ബിന്നുണ്ട്. അവിടെ കൊണ്ടിടുക. ഓക്കെ, പക്ഷെ ഇങ്ങോട്ട് വരുന്നേക്കാൾ അടിപൊളി. നല്ല കിടിലം ഒരു ചെറിയൊരു നിങ്ങൾ ചെറുതായിട്ടൊന്ന് ട്രക്ക് ചെയ്യണം. കാര്യങ്ങൾ ഇതുവഴി കിടിലം കണ്ടോ. ഇതുപോലുള്ള കുറേ സ്ട്രീമുകളുണ്ട്. ഡേ ഈ ഇള്ളക്കുഞ്ഞിനെ കൂടെ ഒന്ന് കൊണ്ടുപോടേ. ഗൈസ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്നു. ഇനി വീട്ടിൽ പോകാൻ തിരിച്ച് ഇനി ചിലപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഇൻട്രോ ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് ഇൻട്രോ ഒന്നും പറയാൻ കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു. അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നത് കാണാം. ടാറ്റാ.